എന്തുകൊണ്ട് വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒത്തന്റിക് ആയിട്ടുള്ള കോട്ടയം സ്റ്റൈൽ ഫിഷ് കറിയാണ് കേട്ടോ. നെയ്മീൻ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഉണ്ടാക്കി നോക്കിയാലോ? ഐ എം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് കാമിയോ. നമുക്ക് കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം തന്നെ മീൻ വേണം. ഞാനിവിടെ നെയ്മീൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് ക്യൂബ്സ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, കടുകുണ്ട്, ഉലുവാപ്പൊടിയുണ്ട്, ഉലുവ പൊട്ടിക്കുകയാണെങ്കിലും ചെയ്യാം കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി രണ്ടും ചോപ്പ് ചെയ്തതാണ്, മുളക് പൊടി, ഇത് കാശ്മീരി മുളകും പിരിയമുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചിരിക്കുന്നതാണ്, മഞ്ഞൾപ്പൊടി, വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച കുടംപുളി ഉണ്ട്, അതും അതിന്റെ വെള്ളം കൂടെ, ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില. അപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡൊന്നും ആകണ്ട കേട്ടോ. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി ഇതിന്റെ പച്ചമണമൊക്കെ കംപ്ലീറ്റ് ആയിട്ടങ്ങ് മാറണം. ഈ പൊടികളൊന്നും കരിഞ്ഞു പോകാതെയും ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും അതിന്റെ വെള്ളം കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് തിളച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പരുവം കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിരിക്കുന്ന ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. തിളച്ച വെള്ളം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നന്നായിട്ട് തിളപ്പ് വരുമ്പോഴത്തേക്കിനും നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിന്റെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അവസാനമായിട്ട് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉലുവാപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇതുപോലെ ഇത് ചുറ്റിച്ചു കഴിഞ്ഞാൽ കോട്ടയം സ്റ്റൈൽ മീൻ കറി റെഡി. മീൻ വെന്ത ശേഷം സ്പൂണിട്ട് അധികം അങ്ങോട്ട് ഇളക്കാൻ പാടില്ല, പൊടിഞ്ഞു പോകും. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ ഒത്തന്റിക് രീതിയിലുള്ള കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതെല്ലാവരും ഉണ്ടാക്കുക. എന്നിട്ട് എന്റെ ഫോട്ടോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരണേ. ഇതാണ് കേട്ടോ മീൻകറി. നല്ല കുറുകി കപ്പയായിട്ടൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.